പറഞ്ഞാൽ ഇത് അവിടെ നിന്ന് വരുന്നതാ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്, അങ്ങാണ് അങ്ങോട്ട് പറഞ്ഞിട്ടത്, മറന്നുപോയതാ. പേര് അവിടുത്തെ പേര് ഷൈനീന. ഇവിടെ എന്താ പേരെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങയുടെ പേര് പലർക്കും പല രൂപത്തിൽ പലതായിട്ടും പല രീതിയിൽ ഒക്കെ അറിയാം. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, കാരുണ്യവാൻ. പക്ഷെ കാരുണ്യം എന്താണെന്ന് പോലും അങ്ങേക്ക് അറിയില്ലെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അങ്ങനെയല്ലെങ്കിൽ ഇവിടെ ഒരാളുടെ പോലും കണ്ണുനീര് വീഴില്ലായിരുന്നു. എത്രയോ പേരാ ഒരു കാരണമില്ലാതെ വേദനിക്കുന്നത് രോഗങ്ങൾ കൊണ്ട്. ഒരു രോഗം കഴിയുമ്പോൾ അടുത്ത രോഗം പുറകെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, ഞാനും വരട്ടെയോ ഞാനും വരട്ടെയോ. അവരെ വരട്ടെ അയക്കാൻ പോലും പറ്റുന്നില്ല. ഡോക്ടർമാർ ഞങ്ങൾ കാരണം നല്ല നിലയിലെത്തി. ജീവിക്കാനുള്ള കൊതി എല്ലാവർക്കും ഇല്ലേ? ആ കൊതിയിൽ മനസ്സമാധാനം കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ആരോട് പറയാൻ? എത്ര ദുഃഖം തന്നാലും പിന്നെയും പിന്നെയും അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്ന് പറയാൻ ആയിരങ്ങൾ ഇരിക്കല്ലേ. അപ്പൊ അങ്ങേക്ക് ഇതൊന്നും കാണണ്ടല്ലോ. കണ്ണു തുറന്ന് നോക്കൂ. ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. ആ പനയുടെ അറ്റത്ത് സാധാരണ ഇതുപോലെ വേദനിക്കുന്നവരെയും കൂടി ഒന്നിരുത്തിക്കൂടെ? കണ്ണില്ലാത്തതാണ് അങ്ങേക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. കണ്ണോ, ബാക്കി കാതുമില്ല. പിന്നെ എങ്ങനെ? ഞങ്ങളുടെ കുറച്ച് സംഘടനകളുണ്ടല്ലോ, അവിടെയുണ്ട്. കൊടി പിടിച്ചു വരും കേട്ടോ. അല്ല, ഈ 8, 9, 10 അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വീണ്ടും പുറകോട്ട് 1, 2, 3 പഠിക്കാൻ പോവോ? പഠിക്കണോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ എപ്പോഴും പരീക്ഷകൾ തന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത്, അതേപോലെ തന്നെ വേറത്. എന്തോ ഇത്? പരീക്ഷകളൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് ഇത്തിരി അതിര് കടന്നതാ. എന്തെങ്കിലും ഒരു പരിഹാരം നടക്കോ? ഈ ധൂമകേതു എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലേക്ക് ഒന്ന് വിടാവോ? വെറുതെയാ. എല്ലാത്തിനും മനസാക്ഷിയില്ലാത്തവരാ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവര്, അറിയോ? അതിജീവിത എന്ന പേര് അങ്ങേക്കറിയോ? എങ്ങനെയല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്ന സമയത്ത് അവള് അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. പക്ഷേ അതിന് വലിയ വേദനയാണ് പിന്നീട് അവളെ കാത്തിരിക്കുന്നത്. നീതി കിട്ടാത്ത ഒരുപാട് പേരുടെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഭൂമിയിൽ മൊത്തം. അതിൽ പെണ്ണുമുണ്ട്, ആണുമുണ്ട്. നിരപരാധികളുടെ ഇത്രയും കണ്ണീര് കണ്ടിട്ടെങ്കിലും കാരുണ്യവാന് ഒന്ന് കണ്ണു തുറന്നൂടെ? ഞാൻ കാരുണ്യവാനെന്ന് ഞാൻ വിളിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരാളുടെയും കണ്ണുനീര് ഇവിടെ വീടില്ല. ദുഷ്ടന്മാരുടെ ചിരി കൊണ്ട് നിറഞ്ഞ് ചെവികൾ പൊട്ടിപ്പോവുക.
പണത്തിനും അധികാരത്തിനും മുന്നിൽ ഒരുപാട് കണ്ണുനീരുകൾ കാണാതെ പോകുന്നുണ്ട് പലരും. അതില് അങ്ങുണ്ട്. എന്നിട്ട് എല്ലാവരും പൂജിക്കല്ലേ കാരുണ്യമാണ്. കാരുണ്യം എന്താണെന്ന് ഒന്ന് ആലോചിക്കും. ഞാൻ പോവാ, പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. ഒന്ന് നിന്നെ, എങ്ങോട്ടാ പോന്ന്? ഞാൻ പറയണതും കൂടി കേട്ടിട്ട് പോയാൽ മതി. ഒരു കോഴിയെ കൊല്ലുമ്പോൾ അതിൻ്റെ പ്രാണവേദന അറിയുന്നുണ്ടോ? പക്ഷേ ആ കോഴിക്കാരി പ്ലേറ്റിൽ കൊണ്ടുവന്നേക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി പുരട്ടി വെച്ചിട്ട് വറുത്ത് കോരി അങ്ങ് തിന്നുമല്ല. എന്നിട്ട് ഒരു കോഴി പോലും എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതെന്താ? അവറ്റകൾക്ക് പരാതി പറയാൻ അറിയാഞ്ഞിട്ടാ? നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലേ? അതുകൊണ്ടാ നിങ്ങളുടെ കലാതി കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അപ്പം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കുള്ള പരീക്ഷകൾ ഞാനിപ്പോൾ അടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതോടനെ കിട്ടും കേട്ടോ. പിന്നെ കഴിഞ്ഞ കുറച്ച് പരീക്ഷകളുടെ റിസൾട്ട് ഉടനെ വന്നിട്ടുണ്ട്. ചിലത് പൊട്ടിയിട്ടുണ്ടാവും, ചിലത് പാസ്സായിട്ടുണ്ടാവും, മറ്റു ചിലത് സപ്ലി എഴുതാനുണ്ടാവും. അതേതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചു. അത് പതുക്കെ എല്ലാത്തിനെയും ആൻസർ എഴുതിക്കോളൂ കേട്ടോ. ചോദ്യങ്ങൾ മാത്രം തരാൻ എനിക്ക് കഴിയും, ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കും. ഓക്കെ.